ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ എടുക്കുന്നത്. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മുള്ളയാനഗിരിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്. മുള്ളയാനഗിരി അതിമനോഹരമായ ഒരു പീക്ക് പോയിൻ്റാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പീക്ക് പോയിൻ്റാണ് ഇത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ നമ്മുടെ മുള്ളയാനഗിരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം വെയിലായി പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേളിൽ കയറുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മണിയായപ്പോൾ തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മുള്ളയാനഗിരിയുടെ സുന്ദരമായ കാഴ്ചകളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ ചിക്മംഗ്ലൂർ മെയിൻ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ചിക്മംഗ്ലൂർ ടൗണിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം തന്നെയുണ്ട് മുള്ളയാനഗിരിയിലേക്ക്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ സിരി എന്ന് പറയുന്ന ഒരു റിസോർട്ട് കാണുവാനായിട്ടിടയായി. ഇവിടെ അതിമനോഹരമായ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. സിരി റിസോർട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കൈമാറ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് മുള്ളയാനഗിരിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ ഉള്ളിലേക്ക് വിടുക. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് കുറേ കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ യാത്രകളുണ്ട്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുവാനായിട്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ചെക്ക് പോസ്റ്റ്.
അപ്പോൾ കാപ്പത്തോട്ടം നടുവിലൂടെ അതിസുന്ദരമായ കാഴ്ചകളെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടത്. ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോയും വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നമുക്കിവിടെ ലഭിച്ചത്. മഞ്ഞ് കയറി ഇങ്ങനെ കോട ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇത്. കോടമഞ്ഞിൻ്റെ ഗാംഭീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ട് തന്നെ പിന്നെയും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കോടമഞ്ഞ്. നമുക്ക് മുന്നിലോട്ടുള്ള വഴി കാണുവാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മുല്ലാനഗിരിയുടെ പകുതി ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയും കയറി പോകാനുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടി ഒന്നാണ്. പക്ഷേ ഈ മഞ്ഞ് കാരണം വ്യൂ പോയിന്റും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പകുതി ദൂരം എത്തിയിരിക്കുകയാണ്. ഇനിയും നടന്ന് കയറാനായിട്ടുണ്ട് 1 കിലോമീറ്റർ. നമ്മൾ ഇവിടം വരെ ട്രിപ്പ് ഗാഡിയിലാണ് വന്നത്. താഴെ പകുതി ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ലോക്കൽ വണ്ടിയിൽ വേണം ഇങ്ങോട്ട് മേലോട്ട് വരാനായിട്ട്. അവർ 2 കിലോമീറ്ററോളം നമ്മളെ കൊണ്ടുവിടും. അതിനുശേഷം 1 കിലോമീറ്റർ നമ്മൾ നടന്ന് കയറുന്നതാണ്. മുഴുവൻ മഞ്ഞാണ്, നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ചുറ്റും അതിഭയങ്കരമായ മഞ്ഞാണ്, ഒരു രക്ഷയുമില്ല. അതുപോലെ തന്നെ നമുക്ക് മുന്നിലുള്ള ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള
തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കോട ഇറങ്ങിയിരിക്കുന്നത്. ഒത്തിരിയേറെ ആൾക്കാർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട്. അതിമനോഹരമായ കാഴ്ചകൾ. ഞാൻ പയ്യെ അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഇടയിലൂടെ ഒത്തിരിയേറെ വ്യൂ പോയിൻറ്റുകൾ, അവിടെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം കാണുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ചെറിയ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ്. ചായ, കാപ്പി, നൂഡിൽസുകൾ, പിന്നെ അതുപോലുള്ള പൊറോട്ട, പലവിധ സാധനങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതാണ് മുള്ളയാനഗിരി. നമ്മൾ താഴ്ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. ഇനി മുകളിലേക്ക് കയറുവാനായിട്ടുണ്ട്. മഞ്ഞിൻ്റെ അതികാഠിന്യം മൂലം നമുക്കൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പരമാവധി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് മേളിൽ പോയിട്ട് നോക്കാം. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം എൻ്റെ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള മുള്ളയാനഗിരിയുടെ പീക്ക് പോയിന്റിലേക്ക് കയറാൻ പോകുന്ന ഒരു കവാടമാണിത്. ഇവിടെ നിന്നാണ് പ്രധാന കവാടം ആരംഭിക്കുന്നത്. ഇതൊരു ഇടത്താവളമാണ്. നമുക്ക് ചായ കുടിക്കുവാനും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുവാനായിട്ടുള്ള ഒരു ഇടത്താവളമാണിത്. ഇനി നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളുണ്ട്, നല്ല കാറ്റ്, നല്ല കിതപ്പുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. നല്ല മഞ്ഞ് കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് കോട ഇറങ്ങിയിരിക്കുകയാണ്. സൈഡിൽ അധികം കാഴ്ചകളൊന്നും ലഭിക്കുന്നില്ല. പയ്യെ നമ്മൾ പിന്നെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പുകളുണ്ട് മേളിലേക്ക് കയറി ചെല്ലാനായിട്ട്. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മേളിലോട്ടുള്ള കാഴ്ചകൾ പയ്യെ കാണാം.
സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ മുകൾ ഭാഗത്ത് ചുറ്റും അതിശക്തമായ മഞ്ഞ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പുമുണ്ട്. നമ്മുടെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും പീക്ക് പോയിൻ്റ്. അങ്ങോട്ട് കയറുവാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് പ്രത്യേകമായി ആകർഷണം തോന്നിയ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ നമുക്ക്. ഈ കല്ലിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ള് ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. നമുക്കിവിടുന്ന് ഇവിടെ അള്ളിപ്പിടിച്ച് കിടന്നാണ് ഇവിടുന്ന് ഈ വീഡിയോ എടുത്തത്. കാരണം അങ്ങോട്ട് പോകാനായിട്ട് പേടിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും നല്ല വഴുക്കളുമുള്ള പാറയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഏരിയയിലൂടെ നടക്കുവാനായിട്ട്. നമ്മൾ മുള്ളയാനഗിരിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മഞ്ഞിൻ്റെ അതികഠിനം മൂലം നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പുറകെ മുഴുവൻ മഞ്ഞാണ്. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം രാവിലെ വന്നവരാണ്. അപ്പോൾ നമുക്ക് സൂര്യൻ്റെ ഒരു തരി പോലും, ഒരു വെളിച്ചം പോലും ലഭിച്ചില്ല. ഇനി ഒരിക്കൽ നമുക്ക് വീണ്ടും സൂര്യനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വരാം. താഴ്ഭാഗത്തൊക്കെ നല്ല വ്യൂ ഉള്ളതാണ്. നമുക്കിവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ഫുള്ള് മഞ്ഞാണ്. പുറകെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് നമുക്ക് വാഹനസൗകര്യം ലഭിക്കുന്നത്. അവിടുന്ന് നമ്മൾ ആദ്യം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടക്കുന്നിടം വരെ നമുക്ക് ടാറ്റാ സുമോ ലഭിക്കുന്നതാണ്. ഏകദേശം ഒരാൾക്ക് 30 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചേഞ്ചുകളായിട്ട് വരിക. ഇവരുടെ അടുത്ത് ചേഞ്ച് ഇല്ല. ഗൂഗിൾ പേ, ഫോൺ പേ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ജിയോയ്ക്ക് മാത്രമാണ് നെറ്റ്വർക്ക് ഉള്ളത്. പക്ഷേ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ആകുന്നത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് വരുന്നവർ മാക്സിമം ചേഞ്ചുകളായിട്ട് വരിക.